സിനിമാക്കാരുടെ നയരൂപീകരണ സമിതി പുനഃസംഘടിപ്പിച്ച സർക്കാർ. മഞ്ജു വാര്യർ, രാജീവ് രവി എന്നിവർ തിരക്ക് കാരണം സ്വയം പിന്മാറുന്നതായി സംവിധായകനും ഫെഫ്ക ചെയർമാനുമായ ബി ഉണ്ണികൃഷ്ണനും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് സാംസ്കാരിക വകുപ്പ് ഉത്തരവിറക്കും. ശാലിനിയുണ്ട്. ശാലിനി, ഈ നയരൂപീകരണ സമിതിയിൽ നേരത്തെ ഉണ്ടായ അംഗങ്ങൾക്കെതിരെ വിമർശനം ശക്തമായ സാഹചര്യമുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് സർക്കാർ ഈ സമിതി പുനഃസംഘടിപ്പിക്കും എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ ആരൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്? ഇതിന്റെ ഒരു അന്തിമ ഉത്തരവ് എപ്പോൾ ഇറങ്ങും? അല്പസമയം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണത്തിലേക്ക് സർക്കാർ എത്തിയിട്ടുള്ളത്. സിനിമാ കരട് നയ രൂപീകരണ സമിതി പുനഃസംഘടിപ്പിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. മഞ്ജു വാര്യർ, ഒപ്പം തന്നെ രാജീവ് രവി എന്നിവർ തിരക്ക് കാരണം സ്വയം പിന്മാറി എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. സ്വയം പിന്മാറുന്നതായി സംവിധായകനും ഫെഫ്കയുടെ ചെയർമാനുമായ ബി ഉണ്ണികൃഷ്ണനും അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഒഴിവാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമിതിയെയും സംസ്ഥാന സർക്കാരിനെയും ബി ഉണ്ണികൃഷ്ണൻ സമീപിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ഇത് സംബന്ധിച്ചൊരു ഔദ്യോഗിക ഉത്തരവും പുനഃസംഘടിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക ഉത്തരവും ഇന്ന് തന്നെ സർക്കാർ പുറത്തിറക്കും, സാംസ്കാരിക വകുപ്പ് ഇറക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ചലച്ചിത്ര അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ കൂടിയായിട്ടുള്ള പ്രേംകുമാർ, ഒപ്പം തന്നെ സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കെ മാധവൻ എന്നിവരും ഈ പുതിയ പുനഃസംഘടിപ്പിച്ച സമിതിയിൽ ഉണ്ടാകും എന്നുള്ളതും നമ്മൾ അറിയുന്നുണ്ട്. ഒപ്പം തന്നെ ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി പി അജോയി ആയിരിക്കും ഈ ഒരു സമിതിയുടെ കൺവീനറായി തുടരുക. സമിതി അംഗമായിരുന്ന മുകേഷ് എംഎൽഎ അടക്കമുള്ളവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പുനഃസംഘടനയിലേക്കാണ് സർക്കാർ കടന്നിട്ടുള്ളത്. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങളും ആക്ഷേപങ്ങളും ഈ സമിതിയിൽ തുടരുന്ന ചില അംഗങ്ങൾക്കെതിരെ ഉയർന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മുകേഷ് എംഎൽഎക്കെതിരെ അടക്കം ലൈംഗിക ആരോപണ പരാതികൾ ഉയർന്ന സാഹചര്യം ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയുമായി അല്ലെങ്കിൽ ഇങ്ങനെ നയരൂപീകരണ സമിതിയിൽ ഇത്തരം അംഗങ്ങൾ ഉണ്ടെങ്കിൽ അത് ശരിയായ രീതിയിൽ പോകില്ല എന്നുള്ള വിമർശനങ്ങൾ WCC അടക്കം ഉയർത്തിയ സാഹചര്യങ്ങൾ കൂടിയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഒരു പുനഃസംഘടിപ്പിക്കാനുള്ള സാംസ്കാരിക വകുപ്പ് തീരുമാനം. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുണാണ് ഈ സമിതിയുടെ ചെയർമാൻ. പുതിയ സമിതി സിനിമാ നയത്തിന്റെ 5ാമത് യോഗത്തിന്റെ റിപ്പോർട്ടും ഒപ്പം തന്നെ നയരൂപീകരണത്തിന്റെ കരടും സർക്കാരിന് ഉടൻ തന്നെ നൽകാനാണ് ഒരുങ്ങുന്നത്. ഡിസംബർ 3ാം വാരത്തിൽ സിനിമാ കോൺക്ലേവ് സംസ്ഥാനത്ത് നടത്താനിരിക്കുകയാണ്. ഇതിന് മുന്നോടിയായിട്ടാണ് ഇതിൽ കരട് രൂപീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കരട് തയ്യാറാക്കി അവതരിപ്പിക്കാൻ ഈ കോൺക്ലേവിൽ തന്നെ അവതരിപ്പിക്കാൻ ഒരു നടപടിയിലേക്ക് സർക്കാർ കടക്കുകയും ചെയ്യുന്നത്. തുടർന്ന് അതിൽ ഭേദഗതി കൂടി ചേർത്ത ഒരു അന്തിമ റിപ്പോർട്ടായിരിക്കും തയ്യാറാക്കുക. അതിന് മുന്നോടിയായിട്ടുള്ള ഈ നയരൂപീകരണ സമിതിയാണ് ഇപ്പോൾ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് സർക്കാർ. സിനിമാ കരട് നയരൂപീകരണ സമിതി പുനഃസംഘടിപ്പിക്കാൻ പോവുകയാണ് സർക്കാർ. ശാലിനിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.